നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗ്രീൻ പീസ് മസാല കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് 6 മണിക്കൂറോ അതിന് മുകളിലായാലും കുഴപ്പമൊന്നുമില്ല, മാക്സിമം 6 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, ഗ്രീൻ പീസിന് വേവാൻ വെള്ളം വേണ്ടത്, അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി തക്കാളി മതി, പിന്നെ ഒരു പകുതി സവാള, ഇത്രയും ചേർത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാണ് വേവിക്കാറ്. ഇതിന് നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കുന്നില്ല. ഇതിൽ സവാളയാണ് മെയിനായിട്ട് നിൽക്കേണ്ടത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ടൈപ്പിലുള്ള ഗ്രീൻ പീസ് മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൊടികൾ ചേർക്കുവാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കുറേശ്ശെ മതി കേട്ടോ. ഒരുപാട് നമ്മൾ കറി ഇനി നമ്മൾ വേറെ മസാല ഉണ്ടാക്കും, അപ്പോൾ അതിനും നമുക്ക് ചേർക്കണം. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, കറി മസാല, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുക. നമ്മുടെ ഗ്രീൻ പീസ് എത്രത്തോളം നമുക്ക് വേവണോ, എത്രയോ വിസിൽ കേട്ടാൽ അത്രയും നല്ലത്. ഞാനൊരു 7-8 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. ഇതിനായിട്ടൊരു മസാല വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടാണ് ചേർത്തേക്കുന്നത്. അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് മൊരിയണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി. ഇതിനകത്തൊരു ഞാൻ 2.5 സവാള ചേർക്കുന്നുണ്ട്, നീളത്തിലരിഞ്ഞത് 2.5 സവാള ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കട്ടി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല സവാള, അത്യാവശ്യം സവാളയാണ് മെയിനായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പിടുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മുടെ ഗ്രീൻ പീസിനകത്ത് വേവിക്കാൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ സവാള ഏകദേശം വെന്ത് വന്നപ്പോഴത്തേനും നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഞാൻ ഇതിന് മൊത്തത്തിലെടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഇപ്പം ഇട്ട് കൊടുത്തു, പിന്നെ ഒരെണ്ണം നമ്മൾ നേരത്തെ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ മസാല. നമ്മുടെ ഉള്ളി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നമ്മൾ വഴണ്ടോ എന്നൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്ത് നോക്കുക. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി മസാലകൾ ചേർക്കാം. മസാലകളെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അത് ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാല, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഞാൻ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ പ്രഷർ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. ചിലവർ ഊറ്റി കളയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ വെള്ളം ഊറ്റി കളയേണ്ട, കാരണം നമ്മൾ അതിൽ ഓൾറെഡി മസാല എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ അടച്ചു വയ്ക്കാം. ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് അടച്ചു വെച്ച് നല്ലപോലെ തിള വരുമ്പോഴത്തേനും കുറച്ച് ഗ്രീൻ പീസ്, ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ഞാൻ എടുത്ത് മാറ്റി അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് ഈ സമയത്ത് യൂസ് ചെയ്യാം കേട്ടോ. കാഷ്യൂനട്ട് അരച്ച് പേസ്റ്റാക്കി, അപ്പോൾ എക്സ്ട്രാ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഉള്ളത് കൊണ്ടാണ് ചേർത്തത്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പാല്, അത്യാവശ്യം കാൽ അല്ലെങ്കിൽ അര കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അര വേണ്ട, 1/4 കപ്പായാലും മതി. ചേർത്ത് നല്ലപോലെ ഇളക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും പോകുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ.
നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ്. കുറച്ച് നെയ്യും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്